അപ്പോൾ നമ്മൾ ഈ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് കൃപ ചോർന്നു പോകരുത്. അഥവാ നമുക്ക് കൃപ നഷ്ടപ്പെട്ടാൽ തിരികെ പിടിക്കണം. കൃപ നഷ്ടപ്പെട്ടാൽ തിരികെ പിടിക്കണം. വിശുദ്ധ ക്രിസോസ്റ്റം എന്ന് പറയുന്നൊരു സഭാപിതാവുണ്ട്, വിശുദ്ധ ക്രിസോസ്റ്റം പിതാവ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയല്ല, പഴയ സഭാപിതാവ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മടിയും ശ്രദ്ധക്കുറവും കൃപയെ തല്ലിക്കെടുത്തു. അതായത് ബൈബിളിലെ ശ്ലൈഹിക അധികാരമുള്ള സ്ലീഹന്മാർക്ക് ശേഷം സഭയെ പിടിച്ചു നിർത്തി പാഷണ്ഡതകളിൽ നിന്ന് രക്ഷിച്ച സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് അവർ ധ്യാനിച്ചെടുത്ത കാര്യമാണിത്. അപ്പം അദ്ദേഹം പറയുകയാണ്, മടിയും ശ്രദ്ധക്കുറവും കൃപയെ തല്ലിക്കെടുത്തും, മനസ്സിരുത്തുന്ന ശ്രദ്ധ ഈ കൃപയെ ആളിക്കത്തിക്കും. മനസ്സിരുത്തുന്ന ശ്രദ്ധ ഈ കൃപയെ ആളിക്കത്തിക്കും. പിതാക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ അത് നമ്മുടെ നടപ്പും മട്ടും ഭാവമൊക്കെ കണ്ടാൽ മതി. നമുക്കൊരു ശ്രദ്ധയുണ്ടോ, നമുക്കൊരു തീക്ഷ്ണതയുണ്ടോ, ഒരു താല്പര്യമുണ്ടോ, അതോ സ്ഥിരതയില്ലാതെ മടുത്തു പോകുന്നുണ്ടോ, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നുണ്ടോ? നമ്മുടെ എല്ലാ പ്രാർത്ഥന ഒന്നും ഇപ്പോൾ ഒരു തീക്ഷ്ണതയില്ല. പണ്ടൊക്കെ ആരാധന എന്നൊക്കെ പറഞ്ഞ് ഇരുവരിന്ന് വരുമായിരുന്നു. പക്ഷേ ഇപ്പം